സ്നേഹ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാബ്സി ബേബി ജീൻ അങ്ങനെ മല്ലു റാപ്പേഴ്സ് ഡൗൺഫോളിലേക്കാണോ പോകുന്നത്. കാരണം കുറെ ഇൻസിഡൻസും കമന്റ് ബോക്സിനകത്ത് വന്ന കുറെ കോമെന്റുകളും അങ്ങനെയൊക്കെയാണ് ആ ഒരു കോണ്ടന്റിന്റെ ബേസ് ഉണ്ടായിരുന്നത്. ഈ ആ വീഡിയോ കണ്ടോ? എന്റെ വീഡിയോ സാധാരണ കാണാറില്ല, സംഭവങ്ങളൊക്കെ അറിയാം. വീഡിയോ കണ്ടില്ല. ഓക്കെ, അപ്പൊ സംഭവം അറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന്. അത് ഡാബ്സിന്റെ ബേബി ജീൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ നമ്മളെ കോട്ടയ്ക്കൽ പുത്തൂർ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് ആൾക്കാർ ചുറ്റും അത് ബേബി ജീൻ ആ വണ്ടിക്കകത്ത് ഇല്ല. ആക്ച്വലി ഞാൻ എന്റെ ഒരു ഡൗട്ട് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടവർക്ക് അറിയാം. ആ വീഡിയോനകത്ത് എവിടെയും വണ്ടിക്കകത്ത് ബേബി ജീൻ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് സമ്മൺ ആരും ഉണ്ട് കാറിനകത്ത്. ഓക്കെ, നാട്ടുകാർ വളയുന്നു. ആ വിഷ്വൽ ഞാൻ ഒന്നും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, MD മേടിച്ച് തിരിച്ചാണ് കൊണ്ട് 10 മിനിറ്റ് പാട്ട് വായിച്ചിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചത്? 6 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒരു പാട്ടിനൊക്കെ പാടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായി. പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഇത് മില്യൺ അടിച്ചിട്ട് പോയി. അപ്പൊ പല പേജുകളിലും ഇത് ഡാബ്സി ആണെന്ന് പറയുന്നവരുണ്ട്. ഡാബ്സി എന്നാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു കുറെ ഫേസ്ബുക്ക് പേജിലും ഇത് ഡാബ്സി എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ബേബി ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ ഒന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് ബേബി ജീൻ ആണെന്നാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിൽ ഈ വ്യക്തി പറയുന്ന ലഹരി, പൈസ, മര്യാദയ്ക്ക് പരിപാടിക്ക് പാടാതെ പോയി, ഈ ഒരു കോൺട്രവേഴ്സി ആണല്ലോ ഈ സംഗതിയിൽ ഉണ്ടായത്. ഇതിനെ കുറിച്ചിട്ട് ഇപ്പോ ബേബി ജീൻ ഒരു എക്സ്പ്ലനേഷൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെയാണ് അത് കണ്ടത്. അപ്പൊ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ബേബി ജീൻ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് സത്യമേവ ജയതേ, സത്യം എന്താണെന്ന് അറിയാതെ ഈ വീഡിയോ പ്രചരിപ്പിച്ച എല്ലാ പേജിനെയും താഴെ മെൻഷൻ ചെയ്ത് സഹായിക്കുക. അത് എല്ലാവരും സത്യം പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടുള്ള. അതിൽ ആ വ്യക്തി അവിടെ കിടന്ന് ചൂടായിരുന്ന കാറിന് അവിടെ കിടന്ന് ചൂടായിരുന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോയും ഫേക്ക് ന്യൂസ് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ MDMA അടിച്ച് 6 ലക്ഷം രൂപ മേടിച്ചു ഒരു പാട്ട് പോലും പാടാതെ റാപ്പർ എന്നുള്ളത് ഈ കോമന്റ് ഹണ്ടർ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം ചാനലിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4.1 മില്യൺ എങ്ങാണ്ട് പോയൊരു പെർട്ടിക്കുലർ വീഡിയോ ആണ്. ഓക്കെ, അതിൽ തന്നെ ഈ ഡാബ്സി ആണോ ബേബി ജീൻ ആണെന്നുള്ള കൺഫ്യൂഷനും ഉണ്ട്. ഇനി ഇതെന്താണ് ഇഷ്യൂ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ബേബി ജീൻ ഇട്ട പോസ്റ്റിൽ ഈ വ്യക്തി ഈ എന്താ പറയാ 6 ലക്ഷം വാങ്ങിയിട്ട് മര്യാദയ്ക്ക് പാട്ട് പാടിയില്ലല്ലോ എന്ന് പറഞ്ഞ കച്ചറ ഉണ്ടാക്കിയ വ്യക്തിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള പോസ്റ്റ്. സുധീർ കോയ എന്നാണ് പേര് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കോട്ടയ്ക്കൽ പുത്തൂർ കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക് കൺസേർട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഒരു ഏജന്റ് വഴി റാപ്പർ ബേബി ജീനിന്റെ പരിപാടിക്ക് ബുക്ക് ചെയ്യുന്നത്. ഏജന്റ് സംഘാടകരോട് പറഞ്ഞിരുന്നത് 2 മണിക്കൂർ കൺസേർട്ട് എന്നാണ്. എന്നാൽ 1 മണിക്കൂർ എന്നാണ് ബേബി ജീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിവരം സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ല. ഇതറിയാതെയാണ് ബേബി ജീനെതിരെ ഞാനടക്കമുള്ള സംഘാടകരിൽ ചിലർ പ്രതികരിച്ചത്. ഇത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാണ്. സ്വന്തം ഭാഗത്തു നിന്നുള്ള പിഴവല്ലെങ്കിൽ പോലും കരാർ പ്രകാരം വാങ്ങിയ തുക മുഴുവൻ ബേബി ജീൻ അന്ന് തന്നെ സംഘാടകർക്ക് തിരികെ നൽകി. അതിന്റെ ബാക്കി കൂടി ഉണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും തെറ്റായ വിവരങ്ങളോടെയാണ് പ്രചരിക്കുന്നത്. വീഡിയോയിലുള്ള വാഹനത്തിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നതും ബേബി ജീൻ അല്ല. ഇതുമൂലം ബേബി ജീൻ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ സംഘാടകർക്ക് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നു. തുടർന്ന് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കടന്നിട്ട് ആ ഒച്ചമുളി ഉണ്ടാക്കിയ മനുഷ്യൻ ഫേസ്ബുക്കിൽ ഇട്ടതായിട്ടാണ് ബേബി ജീന്റെ പോസ്റ്റ് എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത്. ഇത് ബേബി ജീൻ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ഒരു, കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ഇപ്പൊ ആ പോസ്റ്റ് കാണുന്നില്ല എക്സ്പ്ലനേഷൻ. മേ ബി അത് ഇട്ടിട്ട് കളഞ്ഞതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇയാൾ എനിക്ക് തോന്നുന്നു ഇയാൾ സംഘാടകരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത് വ്യക്തിക്കെതിരെ ഡിഫമേഷൻ കേസ് ബേബി ജീൻ ഇഷ്ടം പോലെ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ള എന്റെ ഒരു മേജർ കൺഫ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓക്കെ ഈ മിഡിൽ മാൻ കളിക്കുന്ന ആളുകളുണ്ട് പല ഈ കമ്മീഷൻ അടിക്കാൻ രീതിയിൽ മാനേജർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് അയാളിലേക്ക് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും ആളുകളൊക്കെ ഉണ്ട്. അവരുടെ സ്ഥിരം പരിപാടിയാണ് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണ്ട 2 മണിക്കൂർ, 1 മണിക്കൂറിന് തന്നെ എത്ര പൈസ വാങ്ങല്, കുഴപ്പമില്ല കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ ഇങ്ങനെ ഒരു ഉറപ്പിലൊക്കെ ഒരു പ്രോഗ്രാമിന് ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി ഒപ്പിച്ചു കൊടുക്കുന്ന പലരും ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ളവന്റെ മിഡിൽ മാൻ കളിക്കുന്ന ആളുകളും ആയിരിക്കണം ബേബി ജീനോട് 1 മണിക്കൂറും സംഘാടകരോട് 2 മണിക്കൂറും പറഞ്ഞത്. ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ അവിടെ. അതെ, അതാണ് എക്സാക്ട്ലി എനിക്ക് ഇന്റെ ഒരു തിങ്കിങ് മേ ബി അതാണ് ഞാൻ പറഞ്ഞത്. ബേബി ജീൻ ചിലപ്പോൾ 1 മണിക്കൂർ പാടിയിട്ട് പോയതായിരിക്കും. ഓക്കെ, ബേബി ജീനോട് പറഞ്ഞ 1 മണിക്കൂറാണ്, ബേബി ജി 1 മണിക്കൂർ പറഞ്ഞു പോയി. അപ്പൊ ഇവര് നാട്ടുകാർ വിചാരിച്ചെന്താ ഓന് 1 മണിക്കൂർ പാടാനേ പറ്റുള്ളൂ, മറ്റേതാണ് മറിച്ചതാണ് പ്രശ്നങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൽ ഇവരെവിടെയും ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രവർത്തികൾ ചെയ്തിട്ടില്ല. അടിക്കല് പരിപാടികൾ ഇവർക്കെതിരെ കേസില്ല, ഇങ്ങനൊരു ഇതിന്റെ പ്രൂഫോ കാര്യങ്ങളോ എവിടെയില്ല. എന്നാലും ഇവരുടെയൊക്കെ പാട്ടിന്റെയും അല്ലെങ്കിൽ മേ ബി ഇവരുടെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ കിക്കില് ലുക്ക് അവരുടെ ഞാൻ പറഞ്ഞില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ കാണിക്കുന്നത് കൊണ്ട് മേ ബി ഇവർ അങ്ങനെയാണ് എന്നുള്ള അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്ത് വിടുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടാവാം. അൺടിൽ അൺലെസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു, ഈ വീഡിയോയിലും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ ഒരാളോട് 1 മണിക്കൂർ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്ന് പോലും നോക്കാതെ അതുപോലും അന്വേഷിക്കാതെ എങ്ങനെ ഇത്ര കൂട്ടം ആളുകൾ ആ കാറിന് ചുറ്റും കയറിയിട്ട് മേ ബി അത് ചിലപ്പോൾ ബേബി ജീനെ അല്ല എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. വേറൊരു വ്യക്തി മേ ബി ഈ കമ്മീഷൻ മേടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടയിൽ നിന്നിട്ട് ബേബി ജീനെ കൊണ്ടുവന്ന ആളായിരിക്കണം ഇത് കാറിനകത്തുള്ള ആ ഒരു വ്യക്തി. അതുകൊണ്ടായിരിക്കണം നാട്ടുകാർ അയാളോട് ചൂടാവുന്നത്. പക്ഷെ ചൂടാവുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് ഈ ലഹരിയും ബാക്കി പരിപാടികളും പിന്നെ എനിക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട് സ്നേഹ. ബേബി ജീന്റെ ഭാഗത്ത് തെറ്റില്ല. ബേബി ജീൻ 1 മണിക്കൂറിന് വന്ന് പാടിയിട്ട് പോകണമെങ്കിൽ ബേബി ജീൻ എന്തിനാണ് 6 ലക്ഷം രൂപ അങ്ങോട്ട് തിരിച്ചു കൊടുത്തത്? സംഘാടകരുടെ ഭാഗത്ത് തെറ്റ് പറ്റി. അതായത് സംഘാടകർ ആരെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബേബി ജീനെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തി അയാൾ പറ്റിച്ചു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ പാടും. അല്ല കൊടുക്കും ചെയ്തു. അല്ല അവർക്ക് പൈസ കിട്ടി. ബേബി പണ്ടാരം പോട്ടെ പറഞ്ഞ് തിരിച്ചു കൊടുത്തതോ എനിക്ക് നീ ഇതിന്റെ തലയിൽ കൂടെ നടക്കാൻ വയ്യ ഏറ്റെടുക്കാൻ വിചാരിച്ചു കൊടുത്തതോ. എന്നിട്ട് പിന്നെ എന്താ പറയുക ഓൾറെഡി പൈസ വാങ്ങിട്ട് പിന്നെയും ഡയലോഗ് അടിക്കാന്ന് പറയുമോ? അപ്പൊ പിന്നെ അതിനേക്കാൾ കൊടുത്ത് മറ്റൊരു ഏതായാലും 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ പാടി പൈസ തിരിച്ചിട്ടില്ല സന്തോഷത്തിൽ തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും. മേടിച്ചോരൊരു കഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേബി ജീന്റെ ആ ഒരു പുത്തൂർ ഇൻസിഡന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇതും കൂടി ഒന്ന് വായിക്കേ. ഇത് ബേബി ജീന്റെ ഭാഗത്തു നിന്നാ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിദ്ധാരണകൾ അവർ തന്നെ വിശദീകരിച്ചതോടെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രചരിച്ചിട്ടുള്ള വീഡിയോയിൽ കാണുന്ന ലഹരി ഉപയോഗവും വാങ്ങിയ തുകയും അടക്കമുള്ള കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. എനിക്ക് കിട്ടുന്ന ഓരോ വേദിയിലും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിയാണ് എത്തുന്നത്. വീഡിയോയിൽ പറയുന്ന തുകയുടെ നേർ പകുതിയായിരുന്നു പറഞ്ഞു ഉറപ്പിച്ചത്. അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരകെ നൽകിയിട്ടുണ്ട്. പലവിധ പരിപാടികൾ നടക്കുന്ന മലബാർ മഹോത്സവത്തിലാണ് കൺസേർട്ട് എന്ന കാര്യം എന്നെ അറിയിക്കുന്നത്. ഇതിനിടയിൽ നിന്ന് ചിലർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, മ്യൂസിക് കൺസേർട്ടും ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിൽ നല്ലൊരു ശതമാനത്തിൽ അറിയാം. എങ്കിലും അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെക്കുന്നു. നന്ദി. അടുത്ത സ്ക്രീൻഷോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തോ. Rappers typically don't sing at concerts because the core element of rap is delivering lyrics rhythmically over a beat, not singing melodically. So their live performance often focus on rapping over a pre-recorded backing track that includes their vocals, allowing them to emphasize the flow and delivery of their lyrics rather than hitting specific pitches like a singer would. This is considered the authentic way to experience rap. Like consistency. Keeping background vocals helps maintain the original song's feel and vibe, especially in high energy performances. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡാബ്സിയെ, ബേബി ജീനെ അങ്ങനെയുള്ള ഓരോ റാപ്പേഴ്സിനെ എസ്പെഷ്യലി ഡാബ്സിയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പാട്ടിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നു, എന്നിട്ട് ആ പാടിന്റെ കൂടെ പാടുമ്പോ ഈ സാധനം അടിക്കുന്നു ഇത് അടിക്കുന്നു അല്ല സാധനം അടിക്കുന്നു എന്നുള്ളതാണ് മേജർ കംപ്ലൈന്റ്. ഇതിൽ തന്നെ ഡാബ്സിന്റെ എക്സ്പ്ലനേഷനകത്ത് ആ കംപ്ലൈന്റിന്റെ ബേബിജിന്റെ എക്സ്പ്ലനേഷന്റെ അകത്ത് ആ ഒരു കംപ്ലൈന്റിന്റെ എക്സാക്ട് പോയിന്റ് ഉണ്ട്. ഒരു ഗാനമേളയും ഒരു റാപ്പ് കൺസേർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നാട്ടുകാർക്ക് എത്തിക്കാൻ പറ്റി. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, അല്ല എല്ലാ ഗാനമേളയും കറക്റ്റ് അവിടുന്ന് പാട്ട് പാടാണോ? അല്ലല്ലോ. കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ, അതായത് ഇങ്ങനത്തെ ഒരു സാധനത്തിനോട് അഡാപ്റ്റ് ചെയ്തിട്ടില്ല. നാട്ടുകാർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ നാട്ടുകാരുടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഗാനമേളയാണ്. ഓക്കെ,
ഗാനമേളയ്ക്ക് പോവുക, ഗാനമേള കേൾക്കുക, ഫിലിം സോങ്, മാപ്പിളപ്പാട്ട്, ഭക്തിപ്പാട്ട്, ഈ പരിപാടിയോടാണ്. ഈ ഗാനമേളയിലും റെക്കോർഡിംഗ് ഇഷ്ടംപോലെ പ്രീ റെക്കോർഡായിട്ട് പറയുന്ന, പക്ഷെ ഗാനമേളയിൽ കുറവാട്ടോ. നാട്ടിൻപുറത്തെ ഗാനമേള സ്റ്റേജ് പ്രോഗ്രാമിന് ഈ പറഞ്ഞ റെക്കോർഡിംഗ് ഉണ്ട്. ഗാനമേളയ്ക്ക് ഇല്ല, ഇല്ല തന്നെ പറയാം, കുറവാന്നല്ല, ഇല്ല. കാരണം ഗാനമേളയ്ക്ക് എങ്ങാണ്ട് ബാക്കിലോട്ട് പാടി അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അത് ബേബി ജീൻ പറഞ്ഞത് വളരെ നല്ല പോയിന്റ്. അത് ബേബി ജീനും ഹെൽപ്പ് ചെയ്യും, നാളെ വരുന്ന ഓരോ റാപ്പേഴ്സിനും അത് ഹെൽപ്പ് ചെയ്യും, ഈവൻ ഡാപ്സിക്കാണെങ്കിലും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇതെന്താ പാട്ട് ബാക്കിൽ ട്രാക്ക് ഇട്ടിട്ട് ഒരു ഗിർ പറയണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ആ ഹൈ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പാട്ട് പാടില്ലല്ലോ, ഇവരുടെ റാപ്പിംഗ് ആണ്, പാട്ടിന്റെ ഒറിജിനാലിറ്റി ഫീൽ ഒറിജിനാലിറ്റി ഫീലും പിന്നെ പ്ലസ് അവരുടെ ഒരു അഡീഷണൽ എലമെന്റ്. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ടാബ്സി, മലബാർ. അഡീഷണൽ എലമെന്റിൽ കുറച്ച് ഓവർ ആണല്ലോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആക്കി എനിക്ക് തോന്നിയില്ല. പക്ഷെ ചില വാക്കുകൾ പറയുമ്പോൾ ചിലർക്ക് ഒരു ഇത് തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം ഇപ്പൊ ഞാൻ ഡാബ്സിയുടെ ഞാൻ പറഞ്ഞ 2-3 പ്രോഗ്രാം കണ്ട ഒരാളാണ്. എനിക്ക് അതിലൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ കുറിച്ച് പറയുന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പഴത്തെ സൗദിത്തെ പ്രോഗ്രാം ഇല്ല, അതിലാണ് എനിക്ക് കുറച്ച് എന്തോ പോലെ തോന്നി. അതിന് മുന്നേ നമ്മൾ അന്ന് ക്രിക്കറ്റ് MFCന്റെ പരിപാടിക്ക് പോയിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന് അല്ല KSL സൂപ്പർ ലീഗിന്റെ അന്ന് പോയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ചില സമയത്ത് പിന്നെ അത് ഹൈ ആവുമ്പോഴാണ് ചിലപ്പോ മേ ബി ആ ഒരു സൗണ്ടും സാധനങ്ങൾ കൂടുതൽ പറയുമ്പോഴാണ് ചിലപ്പോ ഒരു ഇതാവുണ്ടാവും. ചിലപ്പോ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. ഈ ലാസ്റ്റ് മാത്രമേ എന്തോ പോലെ തോന്നി, ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. ഈ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, ഈ അഡാപ്റ്റേഷനോട് ആളുകൾ അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറുക എന്നല്ലേ നടക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഈ ഒരു തരം എന്താ പറയുക ചിന്താഗതിയിലടി, നിങ്ങളുടെ ഈ ഒരു പാറ്റേണിലേക്ക് ആളുകള്, അതായത് റാപ്പേഴ്സിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, എങ്ങനെയാണ് അവരൊരു പരിപാടി നടത്തണമെന്നുള്ള ആ പാറ്റേണിലേക്ക്, ആ ആംബിയൻസിലേക്ക് നിങ്ങളുടെ മുന്നിലുള്ള ക്രൗഡ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്രാക്ക് മാറ്റിയിട്ട് മറ്റേലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ക്രൗഡ് ഇപ്പോഴും സാധാരണ വളരെ നോർമലായിട്ടുള്ള ഗാനമേളകൾ കേട്ട് ശീലിച്ച ആളുകളാണ്. ആരും ഈ ഒരു റാപ്പ് കൾച്ചറിനോട് എക്സ്പോസ്ഡ് അല്ല. ദബ്സിന്റെയും ബേബിജിന്റെയും പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അത് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ കാറിൽ പോകുമ്പോൾ കേൾക്കുന്നതും ഇയർഫോൺ വെച്ച് കേൾക്കുന്നതും ടിവിയിലും മൊബൈലിലും കേൾക്കുന്ന ഒരു എക്സ്പെക്ടേഷന്റെ മുകളിൽ അതേപോലെ അവരിപ്പോ ഗാനമേളയിലെ ആൾക്കാർ പാടുന്ന പോലെ സ്റ്റേജിൽ വന്നിട്ട് ഡാബ്സിയും ബേബിജിനും ഫെജോവും ഒക്കെ പാടുന്നു വിചാരിച്ച് പോകുന്ന ആളുകളാണ്. പക്ഷെ അവരങ്ങനെയല്ല, ബാക്കിൽ ട്രാക്ക് ഇട്ടിട്ട് അവർ ഈ ഒരു സാധനമാണ് പിടിക്കുന്നത്. അതാണ് അവരുടെ എന്ത് രീതി. അത് ആളുകളിലേക്ക് എത്താൻ കുറച്ച് സമയം പിടിക്കും. ഈ സാധനം, ഈ കൾച്ചർ എത്താൻ കുറച്ച് സമയം പിടിക്കും. എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ജെൻസിക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, മേ ബി അതെ, തള്ള വൈബും തന്ത വൈബും അടിച്ചിരിക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് അതെ, നമുക്കത് കുറച്ച് സമയം പിടിക്കും അല്ലേ. അല്ല, എന്നാലും ഞാൻ എനിക്ക് ആ പ്രീ റെക്കോർഡിങ് എനിക്കിഷ്ടം. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ പാട്ട് പാടുകയാണെങ്കിലും പക്ഷെ ഈ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചില സ്ഥലത്തൊന്നും. ഇഷ്ടമാണ് എടി, എനിക്കിഷ്ടം. ഞാൻ കളിയാക്കുന്നത് അല്ല, അത് പക്ഷെ അന്ന് പറഞ്ഞ അമ്മേനെ കുറിച്ച് പറഞ്ഞ മലബാറില് മലപ്പുറത്തും അതൊക്കെ അത് രസമുണ്ടായിരുന്നു. അതിൽ അങ്ങനെ സൗണ്ട് പാടിയിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ സംഭവത്തിലാണ് ഇങ്ങനെ പാടിയത്, പാടിയത്. ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്കിഷ്ടം അല്ല, എനിക്കിഷ്ടം ഓക്കെ ഗൈസ്, ഇതാണ് ബേബിജിന്റെ എക്സ്പ്ലനേഷൻ ഓൺ ദിസ്. ഒരു ഇൻഫർമേഷൻ ഉണ്ട് അതിനകത്ത്. പൈസ വാങ്ങിയാലും അത് സ്റ്റിൽ ഐ ഹാവ് എ കൺഫ്യൂഷൻ. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടാരാണെങ്കിൽ പോയിക്കോട്ടെ കൊടുത്തതാവുന്നു. അതാണ് തോന്നുന്നത്, പോലീസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് പൈസ നിങ്ങളെ പൈസയും വേണ്ട, കുന്നു വേണമെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വിളിച്ചു പോരുത്. ഫൈൻ, ബൈ ബൈ.